ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ കുറച്ച് ഓണ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. സോഷ്യൽ സയൻസിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. Activity 1 Village Life. Question A. Imagine that you are traveling with friends to Peely's village. Write note about the sights that impressed you during the visit. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കൂടെ വിവരിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കൂ. അതായത് ഈ നോട്ടിൽ എന്തൊക്കെ വേണം, വില്ലേജിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കേട്ടോ തയ്യാറാക്കാൻ. നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? പീലീസ് വില്ലേജ് ഈസ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. ശാന്തതയും ഭംഗിയും നിറഞ്ഞതാണ് പീലിയുടെ ഗ്രാമം. ദർ ആർ മെനി പോണ്ട്സ് ഇൻ ദ വില്ലേജ്. വില്ലേജിൽ ആ ഗ്രാമത്തിൽ ഒരുപാട് കുളങ്ങളുണ്ട്. ചിൽഡ്രൻ ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. കുട്ടികൾ ഈ കുളത്തിലാണ് നീന്താൻ പഠിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്. ദർ ആർ മെനി പാഡി ഫീൽഡ്സ് ഇൻ ദ വില്ലേജ്. ഒരുപാട് വയലുകളുണ്ട്. പീപ്പിൾ ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഇൻ ദ വീക്ക്ലി മാർക്കറ്റ്സ്. അവിടെയുള്ള ആളുകൾ അവരുണ്ടാക്കിയ വി റിയലി ലവ് ദ ബ്യൂട്ടി ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് ദ വില്ലേജ്. ഞങ്ങൾ ശരിക്കും ആ ഗ്രാമത്തിൻ്റെ ശാന്തതയും സൗന്ദര്യവും ഇഷ്ടപ്പെട്ടു. Question 2 നോക്കൂ. There are many festivals that take place in your area. Write the names of 2 festivals related to agriculture. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട 2 ആഘോഷങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓണം, വിഷു. ഇത് രണ്ടും നമുക്ക് എഴുതാം, കാരണം ഇത് രണ്ടും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് കേട്ടോ. ആക്ടിവിറ്റി 2 റൂറൽ അർബൻ ഡിഫറൻസസ്. ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. എ ചൈൽഡ് ഹു വെൻറ്റ് ടു സീ ദ സിറ്റി ഫ്രം ദ വില്ലേജ് സ്കൂൾ കംസ് ഹോം ആൻഡ് ടെൽസ് ഹെർ മദർ അബൌട്ട് ദ എക്സ്പീരിയൻസ് ഇൻ ദ സിറ്റി. റൈറ്റ് ഡൗൺ എനി 2 ഓഫ് ദിസ് എക്സ്പീരിയൻസ്. ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? സിറ്റിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഗ്രാമത്തെ അപേക്ഷിച്ച് സിറ്റിയിലുണ്ടായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ അവളുടെ അമ്മയോട് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും ആ വ്യത്യാസങ്ങളുടെ അവളുടെ എക്സ്പീരിയൻസിലുള്ള ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് മക്കളെ? പീപ്പിൾ ആർ വെരി ബിസി ഇൻ ദ സിറ്റി. സിറ്റിയിലുള്ള ആളുകളൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചവരാണ്. ദർ വി ക്യാൻ സീ മെനി ഹ്യൂജ് ബിൽഡിംഗ്. ഒരുപാട് വലിയ കെട്ടിടങ്ങൾ കാണാം. ദർ ഇസ് എ ഹെവി ട്രാഫിക് ജാം. വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ദ സിറ്റി ഈസ് വിത്ത് ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. സിറ്റിയിൽ എന്താണ്? മലിനീകരണമാണല്ലേ. വായു മലിനീകരണവും ജലമലിനീകരണവും ഉണ്ട്. Question B. Where is the native place of ചമേലി? ചമേലി എന്നുള്ള കുട്ടിയെ നമ്മൾ പീലീസ് വില്ലേജ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചില്ലേ. ചമേലിയുടെ നേറ്റീവ് പ്ലേസ്, ശരിക്കുള്ള പ്ലേസ് എവിടെയാണ് മക്കളെ? അസ്സാമാണ് അല്ലേ. അസ്സാമിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ചമേലി. ഇനി ക്വസ്റ്റ്യൻ സി. റൈറ്റ് ദ സ്റ്റേറ്റ് ഫ്രം വേർ മെജോറിറ്റി ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് കംസ് ടു കേരള. കൂടുതൽ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഏതൊക്കെയാണ് മക്കളെ? ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ വരുന്നുണ്ട് കേട്ടോ. Activity 3 based on human began settings permanently near agricultural sites. Question A. What were the advantages for early humans of setting permanently near agricultural sites? കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കൂടി. രണ്ടാമത്തേത് ദർ ഈസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഫോർ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നെ അടുത്തത് ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. വിശ്രമത്തിനായിട്ട് കൂടുതൽ സമയം അവർക്ക് ലഭിക്കാൻ തുടങ്ങി. ഇത് 3 അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എന്താണ് ബാർട്ടർ സിസ്റ്റം? എന്താണ് മക്കളെ? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോവിനേജ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചസ് ഇൻ ഗുഡ്സ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. നമ്മളുടെ നാണയങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുന്നേയായിട്ട് എങ്ങനെയായിരുന്നു ആളുകൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തായിരുന്നു കച്ചവടം അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും നടത്തിയിരുന്നത്. ഒരാളുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുകയും അയാളുടെ കയ്യിലുള്ളത് തിരിച്ചു വാങ്ങുകയും ചെയ്യുക. അപ്പോൾ ഈ സിസ്റ്റത്തെയാണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. Activity 4 Food and Inequality. Question A. Who was the social reformer organized Mishra Bhojanam as a protest against the social inequality? സമൂഹത്തിലുള്ള ഇനീക്വാലിറ്റിക്ക്, അസമത്വത്തിനെതിരെ മിശ്രഭോജനം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചത് ആരായിരുന്നു മക്കളെ? സഹോദരൻ അയ്യപ്പനാണ്. ഇനി ക്വസ്റ്റ്യൻ ബി.
നെയിം ദ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവേഷൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിൻ്റെ പേരെന്താണ്? എന്താണ്? കുടുംബശ്രീ മിഷനാണ്. ഇനി ക്വസ്റ്റ്യൻ സി, പ്രിപ്പയർ എ മെസ്സേജ് ഫോർ ദ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ഓഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഓർ ഓൺ വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേയിൽ നിങ്ങൾക്ക് സ്കൂൾ അസംബ്ലിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ആൻഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ്. ഞാനൊരു എസ്സേ എഴുതുന്നുണ്ട്, നോക്കിക്കേ. ഇഫ് യു ലുക്ക് അറ്റ് ദ സിനാരിയോ ടുഡേ വി സീ ഹൗ ദ ഫാസ്റ്റ് ഫുഡ് മാർക്കറ്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റാപ്പിഡ് റേറ്റ്. വിത്ത് ദ ഓൺസെറ്റ് ഓഫ് ഫുഡ് ഡെലിവറി ആപ്സ് ആൻഡ് മോർ, പീപ്പിൾ നൗ ലൈക്ക് ഹാവിംഗ് ജങ്ക് ഫുഡ്സ് മോർ. ഇൻ അഡീഷൻ, junk food is also tastier and easier to prepare. However, just to satisfy our taste buds, we are risking our health. You may feel more satisfied after having junk food, but that is just the feeling of fullness and nothing else. Consumption of junk food leads to poor concentration. Moreover, you may also get digestive problems as junk food does not have fiber, which helps in digestion. Similarly, irregularity of blood sugar levels happen because of junk food. It is also so because it contains fewer carbohydrates and protein. Also, junk food increases level of cholesterol and triglyceride. On the other hand, healthy food contains a plethora of nutrients. It not only keeps your body healthy but also your mind and soul. It increases our brain's functionality, plus it enhances our immunity system. Intake of whole food with minimum or no processing is the finest for one's health. In short, we must recognize that though junk food may seem more tempting and appealing, it comes with a great cost, a cost which is very hard to pay. Therefore, we all must have healthy foods and strive for a longer and healthier life. മക്കളെ, ഇതൊന്നും പഠിച്ചു പോവുക ഈസി അല്ല, പഠിക്കുകയും വേണ്ട. പക്ഷേ എന്ത് ചെയ്യുക, ഇതിലെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുമെന്ന് ഷുവറായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് പഠിച്ചു പോവേണ്ട കേട്ടോ. പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5, സോഴ്സസ് ഓഫ് ഇൻകം. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ഡയഗ്രാം ഷോയിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. വ്യത്യസ്തമായിട്ടുള്ള ഇൻകം സോഴ്സസിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. 2 അതിൽ തന്നിട്ടുണ്ട്, എംപ്ലോയ്മെന്റ്, ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് ഏതാണ് മക്കളെ? ക്വസ്റ്റ്യൻ ബി, റൈറ്റ് നോട്ട് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സ്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. അത് പ്രകൃതിദത്ത ഘടകങ്ങൾ കൊണ്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഫൈബർ പ്രൊഡക്ഷൻ, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഇനി all kinds of employments that are not included in agricultural employment can be considered as non-agricultural employment. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് അല്ലാത്ത ബാക്കി എല്ലാ ജോലികളും എന്താണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് ആണ്. എക്സാമ്പിൾ, ബാങ്കിങ്, ടീച്ചിങ്, ബിസിനസ്. ഇനി ആക്ടിവിറ്റി 6 നോക്കൂ. സെൽഫ് എംപ്ലോയ്മെന്റ്. ക്വസ്റ്റ്യൻ എ, ഗിവൺ ബിലോ ആർ ദ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ്. ഐഡന്റിഫൈ ദ ബെനിഫിഷ്യറീസ് ഓഫ് ഈച്ച് സ്കീം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. നമുക്ക് താഴെ കുറച്ച് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസ് തന്നിട്ടുണ്ട്. അതിന്റെ ബെനിഫിഷ്യറീസ്, അതായത് ആർക്കൊക്കെയാണ് ആ എംപ്ലോയ്മെന്റ് സ്കീംസ് ലഭിക്കുന്നത് എന്നുള്ളത് എഴുതണം. ആദ്യത്തേത് നവജീവൻ പ്രൊജക്റ്റ്. അതിന്റെ ബെനിഫിഷ്യറീസ് സീനിയർ സിറ്റിസൺസ് ആണ്. പിന്നെ കൈവല്യ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. പിന്നെ ശരണ്യ, അതിന്റെ ബെനിഫിഷ്യറീസ് വിമൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്റർപ്രൈസസ്. സെൽഫ് എംപ്ലോയ്മെന്റിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് എന്തെഴുതാം? ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ്. ഓരോരുത്തർക്ക് എന്ത് ചെയ്യാം? ഒറ്റയ്ക്ക് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാം. പിന്നെ എംപ്ലോയ്മെന്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ബാക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഉള്ള എംപ്ലോയ്മെന്റ് ആണ്, ജോബാണ്. പിന്നെ ബ്രിങ് ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോഡക്ട്സ് ടു മാർക്കറ്റ്. പുതിയ ഐഡിയാസും പ്രോഡക്ട്സും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്റർപ്രൈസസിന് സാധിക്കുന്നുണ്ട്. ആക്ടിവിറ്റി 7, ക്വസ്റ്റ്യൻ എ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ പുരോഗതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഏർലി ഡേയ്സ്, ക്ലോത്ത്സ് were made by hands using yarns from cotton and jute. They realized that clothes woven from yarns were better than animal skin. This led to the spread of woven cloths. The method of making clothes using wooden looms was developed later. This helped to increase the weaving. The invention of handloom is a breakthrough in the field of cloth manufacturing. Clothes were colored with dye made from indigo plant. The technique of weaving became more popular over the years. The handloom was later replaced by the power looms and artificial dyes used to color the cloths.
Question B. Changes brought by the use of machinery in the manufacture of clothes. Write any two. നമ്മളുടെ വസ്ത്രത്തിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു, ആ ചേഞ്ചസ് കൊണ്ടുവന്ന രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണ്? ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി. ഈ സ്പിന്നിങ് ജെന്നിയുടെയും ഹാൻഡ്ലൂമിൻ്റെയും കണ്ടുപിടുത്തങ്ങളായിരുന്നു അല്ലേ. Activity 8. Cloth as a weapon of agitation. Question A. In which year did the King of Travancore issue the proclamation granting women right to wear the upper cloth? അപ്പർ ക്ലോത്ത് സ്ത്രീകൾക്ക് ധരിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ട്രാവൻകൂർ രാജാവ് എന്നാണ് proclamation പുറപ്പെടുവിച്ചത്? 1859. Write any one of the employment sectors in cloth manufacturing field. ക്ലോത്ത് മാനുഫാക്ചറിങ് ഫീൽഡിലുള്ള ഏതെങ്കിലും രണ്ട് എംപ്ലോയ്മെൻറ്റ് സെക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം നമുക്ക്? വീവിങ്, അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ്, എംബ്രോയ്ഡറി, ഇതെല്ലാം എഴുതാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ സി നോക്കൂ. ഹൗ ഡിഡ് ഗാന്ധിജി യൂസ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഖാദിയും ചർക്കയും എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സമരായുധമായി ഗാന്ധിജി ഉപയോഗിച്ചത്? ഗാന്ധിജി മെയ്ഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഗാന്ധിജി ചർക്ക ഉപയോഗിച്ച് ഖാദിയും ഖാദി വസ്ത്രങ്ങൾ തയ്ക്കുകയും ഫോറിൻ വസ്ത്രങ്ങൾ, അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചർക്ക. ചർക്കയിൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കുന്നതിനായിട്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഹി എക്സോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്സ്. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വിയറിംഗ് ഇൻഡിജിനസ് ക്ലോത്ത്സ്. നാട്ടിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനും അതുപോലെ ഫോറിൻ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജി ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. വസ്ത്രങ്ങൾ ഫ്രീഡം സ്ട്രഗിളിനെ, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തെ ഈ ക്ലോത്ത്സിൻ്റെ വസ്ത്രത്തിൻ്റെ പോരാട്ടത്തിനായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഈ വസ്ത്രങ്ങളെ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്തു. അതായത് വിദേശികളുടെ വസ്ത്രം ബഹിഷ്കരിക്കുക എന്നുള്ള വലിയൊരു നയത്തിലേക്ക് ഗാന്ധിജി എത്തിച്ചേർന്നു. ചർക്ക ബിക്കേം ദ സിംബൽ ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സിംബലായിട്ട് എന്ത് മാറി? ചർക്ക മാറി. വിയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ക്യാപ്സ് ബിക്കേം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. ഖാദി തൊപ്പി ധരിക്കുന്നതും ഖാദി വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദേശസ്നേഹത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ മക്കളെ, ഇത് നമ്മളുടെ സോഷ്യൽ സയൻസിൽ വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മളുടെ എല്ലാ 4 ചാപ്റ്റേഴ്സും അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഓൾറെഡി വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. നിങ്ങൾക്ക് അടുത്ത എക്സാമുകളുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്